Good morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺസർട്ടനിറ്റി റിലേഷൻ ബിറ്റ്വീൻ ടു ഓപ്പറേറ്റേഴ്സ് ആണ്. സോ അൺസർട്ടനിറ്റി റിലേഷൻ ബിറ്റ്വീൻ ടു ഓപ്പറേറ്റേഴ്സ്. സോ ഇവിടെ നമ്മൾ രണ്ട് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് എടുക്കുന്നു, എയും ബിയും. നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ക്ലാസിക്കൽ ഫിസിക്സിലുള്ള ഓരോ ഡൈനമിക്കൽ വേരിയബിൾസിനെയും ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഞാൻ ജനറലായിട്ട് രണ്ട് ഓപ്പറേറ്റർ എ ബി എ എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഡൈനമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്ററുകൾ വേണമെങ്കിലും ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊസിഷൻ ആവാം, മൊമെൻറ്റം ആവാം, എനർജി ആവാം, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇങ്ങനെ പലതരത്തിലുള്ള ഡൈനമിക്കൽ വേരിയബിൾസ് ഉണ്ട്. ഈ ഡൈനമിക്കൽ വേരിയബിൾസിനെയൊക്കെ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഏത് ഡൈനമിക്കൽ വേരിയബിൾ വേണമെങ്കിലും ആവാം. ജനറലായിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, എ എന്നും ബി എന്നും രണ്ട് ഓപ്പറേറ്ററുകളായിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ആ എയുടെയും ബിയുടെയും എക്സ്പെക്റ്റേഷൻ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു സം സ്റ്റേറ്റ് വെക്ടർ സൈ എന്താണെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് ദിസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ആൻഡ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി നമ്മളിങ്ങനെയാണ് ഞാൻ വായിക്കുക. ബി ദി എക്സ്പെക്റ്റേഷൻ values of two Hermitian operators A and B, with respect to a state vector psi. With respect to some state vector psi, A, B എന്ന് പറയുന്ന രണ്ട് ഓപ്പറേറ്ററുകളുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് ആണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ആൻഡ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി. ദാറ്റ് ഈസ്, എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ? നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ സൈ എ സൈ ആണ്. ഇവിടെ സൈ എന്ന് പറയുന്നത് നോർമലൈസ്ഡ് സ്റ്റേറ്റ് വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഓക്കെ, നമ്മളിവിടെ വിത്ത് റെസ്പെക്ട് ടു എ നമ്മളിതിനെ നോർമലൈസ്ഡ് ആണെന്ന് എടുക്കുന്നു. ഈ സ്റ്റേറ്റ് വെക്ടർ നോർമലൈസ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. നോർമലൈസ്ഡ് ആണെങ്കിൽ ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എയുടെ കേസിൽ ഡിനോമിനേറ്റർ 1 ആയിക്കോളും. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഈസ് സൈ എ സൈ ആൻഡ് ദിസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി എന്ന് പറയുന്നത് this is equal to psi b psi എന്ന് വരും. ഈ രണ്ട് ഇക്വേഷനെ കൂടെ കൂട്ടി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. Now we are introducing the operators. പുതിയ രണ്ട് ഓപ്പറേറ്ററുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. Let it be delta a cap and delta b cap. രണ്ട് ഓപ്പറേറ്റർ ഡെൽറ്റ എ ക്യാപ്പും ഡെൽറ്റ ബി ക്യാപ്പും. അതിൽ ഡെൽറ്റ എ ക്യാപ്പിനെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ആൻഡ് ഡെൽറ്റ ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ ലെറ്റ് ദിസ് ഇസ് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി. ഈ രണ്ട് ഇക്വേഷനും കൂടെ കൂട്ടി നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയതായിട്ട് രണ്ട് ഓപ്പറേറ്ററിനെ ഡിഫൈൻ ചെയ്യുകയാണ്, ഡെൽറ്റ എയും ഡെൽറ്റ ബിയും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡെൽറ്റ എ ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്? ദിസ് ഈസ് എ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഇൻറ്റു എ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഇൻറ്റു എ ക്യാപ്പ് പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദിസ് ഈസ് എ സ്ക്വയർ മൈനസ് ഇത് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എയും എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഇൻറ്റു എയും. നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്ന ഒരു നമ്പറാണ്, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിൽ കുഴപ്പമില്ല. അതേസമയം രണ്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് ഓർഡർ മാറ്റാൻ പറ്റില്ല. എ ഇൻറ്റു ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ബി ഇൻറ്റു എ എന്ന് എഴുതാൻ പറ്റില്ല. അത് കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റൂ. പക്ഷേ ഇവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ആവറേജ് വാല്യൂ ഓഫ് വൺ വേരിയബിൾ ആണ്. ദാറ്റ്സ് വിൽ ബി എ പോസിറ്റീവ് റിയൽ നമ്പർ. അതുകൊണ്ട് തന്നെ നമ്പർ ആയതുകൊണ്ട് നമുക്കിവിടെ ഓർഡർ മാറ്റുന്നതിൽ പ്രശ്നമില്ല. സോ ദിസ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എയും എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഇൻറ്റു എയും സെയിം തന്നെയാണ്. സോ നമ്മൾ അതിനെ ആഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് മൈനസ് 2a ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ എന്ന് വരും. ആൻഡ് ലാസ്റ്റ് ടേം ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എയുടെ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്കിപ്പോൾ കിട്ടിയത് ഡെൽറ്റ എ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. അങ്ങനെയാണെങ്കിൽ സിമിലർലി നമുക്ക് ഡെൽറ്റ ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം? ദിസ് വിൽ ബി ബി സ്ക്വയർ മൈനസ് 2b എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബിയുടെ സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം ഉണ്ട്. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് ഡെൽറ്റ എ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ ആണ്. ആൻഡ് ഇക്വേഷൻ നമ്പർ 4 ഈസ് ദ സ്ക്വയർ ഓഫ് ദി ഓപ്പറേറ്റർ ഡെൽറ്റ ബി ആണ്.
അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സൈ ഡെൽറ്റ എ സ്ക്വയർ സൈ എന്ന് പറയുന്നത്? സൈ ഡെൽറ്റ എ സ്ക്വയർ സൈ എന്ന് പറയുന്നത് ദിസ് ഇസ് നത്തിങ് ബട്ട് ഡെൽറ്റ എ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്. ഓക്കെ, ഡെൽറ്റ എ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ ഇക്വേഷൻ 3 അനുസരിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ എ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്താണ്? ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 2a എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എയുടെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുക്കുമ്പോൾ ഇതിനെ നമുക്ക് ഓരോ ടേം 3 ടേമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്കിവിടെ എ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ മൈനസ് സെക്കൻഡ് ടേം വരുമ്പോൾ 2 എന്ന് പറയുന്ന ഒരു നമ്പറാണ്, എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ വരും. ദിസ് ഈസ് ഓൾസോ എ നമ്പർ, സോ ഐ ആം റൈറ്റിംഗ് ദിസ് ആസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ പ്ലസ് ദിസ് ഈസ് ഓൾസോ എ നമ്പർ, ദാറ്റ് ഈസ് ദിസ് ഈസ് സിംപ്ലി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കിട്ടുക ഇത് എ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ മൈനസ് ഇതെന്താണ് 2 ടൈംസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എയുടെ സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ സ്ക്വയർ എന്നാണ്. ഇത് -2 എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ സ്ക്വയർ, ഇത് പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ സ്ക്വയർ. സോ ഇത് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ മൈനസ് ഈ 2 ടേംസിനെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി മൈനസ് ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ എ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എയുടെ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതായത് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇക്വേഷൻ 3 ഇക്വേഷൻ 4 എഴുതിയിരുന്നു. നമുക്കിപ്പം ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ദിസ് ഡെൽറ്റ എ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് നമ്മൾ കണ്ടത്. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എയുടെ സ്ക്വയർ എന്നാണ്. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 5. ഇതേപോലെ നമ്മൾ ഡെൽറ്റ ബി സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് കണ്ടിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ദിസ് വിൽ ബി സിമിലർലി മുകളിലത്തെ എക്സ്പ്രഷൻ പോലെ തന്നെ നമുക്ക് ബി സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബിയുടെ സ്ക്വയർ ആണെന്ന് എഴുതാം. ഇത് നമുക്ക് ഇക്വേഷൻ 6 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമ്മളിപ്പോൾ എയും ബിയും എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2 ഓപ്പറേറ്ററുകളാണെന്ന് പറഞ്ഞു. ആ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഡൈനാമിക്കൽ വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് ഈ പറഞ്ഞ എയും ബിയും എന്ന് പറയുന്നത്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് സപ്പോസ് പൊസിഷൻ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു, ബി എന്ന് പറയുന്നത് മൊമെൻറ്റം ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പൊസിഷൻ അല്ലെങ്കിൽ മൊമെൻറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷൻ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ അതിലൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും. ആ അൺസർട്ടനിറ്റിയെ നമ്മൾ ഡെൽറ്റ എ എന്നും ഡെൽറ്റ ബി എന്നും ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ പൊസിഷൻ മൊമെൻറ്റം ആണെങ്കിൽ ഡെൽറ്റ എക്സ് എന്നും ഡെൽറ്റ പി എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏത് വേരിയബിൾ ആണോ എയും ബിയും കറസ്പോണ്ട് ചെയ്യുന്നത് അതിൻ്റെ അൺസർട്ടനിറ്റി മെഷർമെൻറ്റിലുള്ള അൺസർട്ടനിറ്റിയെ നമ്മൾ ഡെൽറ്റ എ എന്നും ഡെൽറ്റ ബി എന്നും ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി അൺസർട്ടനിറ്റീസ് ഡെൽറ്റ എ ആൻഡ് ഡെൽറ്റ ബി. ഇതിന് ഓപ്പറേറ്റർ ഇല്ല, മറിച്ച് ഇത് അൺസർട്ടനിറ്റി ആണ്. സോ അതിനെ നമ്മൾ ഓപ്പറേറ്റർ ഇല്ല, ക്യാപ് സിമ്പൽ കൊടുക്കില്ല. ദ അൺസർട്ടനിറ്റി ഡെൽറ്റ എ ആൻഡ് ഡെൽറ്റ ബി ആർ ഡിഫൈൻഡ് ആസ് നമ്മൾ ഡെൽറ്റ എയെ ഡിഫൈൻ ചെയ്യുന്നത് ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ഡെൽറ്റ എ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് ദിസ് അൺസർട്ടനിറ്റി ഇൻ എ എന്ന് പറയുന്നത്. അതേപോലെ അൺസർട്ടനിറ്റി ഇൻ ബി എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റ ബി സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ പറഞ്ഞിരുന്നു. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ടായിരിക്കും ഡെൽറ്റ ബി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദിസ് ഡെൽറ്റ എ വിൽ ബി ദ സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രം ഇക്വേഷൻ 5 ദിസ് ഈസ് എ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എയുടെ സ്ക്വയർ എന്ന് പറയും. ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബിയുടെ സ്ക്വയർ എന്ന് വരും. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 7 ആൻഡ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 8. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി ഡെൽറ്റ എയും ഡെൽറ്റ ബിയും നമ്മൾ ഡിഫൈൻ ചെയ്യാം. നൗ let us consider the action of operators. Delta A and delta B on any state psi as follows. അതായത് നമ്മൾ psi എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വെക്ടർ എടുക്കുന്നു. ആ
ആ സൈ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊണ്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ഡെൽറ്റ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ സപ്പോസ് സൈ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഡെൽറ്റ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ സപ്പോസ് നമുക്ക് കിട്ടുന്നത് കൈ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ് വെക്ടറാണെന്ന് വിചാരിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ഡെൽറ്റ എ? ഡെൽറ്റ എ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ എന്നാണ്. ദാറ്റ് ഈസ് ദിസ് എ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ആക്ടിങ് ഓൺ സൈ ഇസ് ഈക്വൽ ടു കൈ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതേപോലെ സപ്പോസ് നമ്മുടെ ഈ ഓപ്പറേറ്റർ ഡെൽറ്റ ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ സപ്പോസ് നമുക്ക് ഫൈ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ് വെക്ടറാണ് കിട്ടുന്നത് വിചാരിക്കുക. അതായത് ഡെൽറ്റ ബി എന്ന് പറയുന്നത് ബി മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ബി ആണ്. ആൻഡ് ദിസ് ആക്ടിങ് ഓൺ സൈ ഗീവ്സ് അനദർ സ്റ്റേറ്റ് വെക്ടർ ഫൈ. ഈ രീതിയിൽ നമ്മൾ എടുക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ഷ്വാർസ് ഇനീക്വാലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നതാണ്. ഷ്വാർസ് ഇനീക്വാലിറ്റി, ദാറ്റ് ഈസ് ദ ഷ്വാർസ് ഇനീക്വാലിറ്റി ഫോർ ദ സ്റ്റേറ്റ്സ്, ഷ്വാർസ് ഇനീക്വാലിറ്റി ഫോർ ദ സ്റ്റേറ്റ്സ് delta A and delta B, Schwarz inequality for the states, for the states ket vector chi and ket vector phi. എന്തായിരിക്കും ഷ്വാർസ് ഇനീക്വാലിറ്റി? നമ്മൾ രണ്ട് സ്റ്റേറ്റ് വെക്ടർ കൈയും ഫൈയും എടുത്തു കഴിഞ്ഞാൽ അതിൽ ഷ്വാർസ് ഇനീക്വാലിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദാറ്റ് ഈസ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് കൈ ഇൻറ്റു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് ഫൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് ഫൈയുടെ മോഡ് സ്ക്വയർ. ഇതാണ് ഷ്വാർസ് ഇനീക്വാലിറ്റി. ഓക്കെ, നൗ ഇവിടെ നമുക്കറിയാം സിൻസ് എ ആൻഡ് ബി നമ്മൾ എടുത്ത ഓപ്പറേറ്റേഴ്സ് എയും ബിയും ഉണ്ട്. അതെങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു? അത് ഹെർമീഷ്യൻ ഓപ്പറേറ്ററാണ് നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തിരുന്നു. സോ സിൻസ് എ ആൻഡ് ബി ആർ ഹെർമീഷ്യൻ, ഈ ഡെൽറ്റ എ ഓപ്പറേറ്ററും ഡെൽറ്റ ബി ഓപ്പറേറ്ററും എങ്ങനെയായിരിക്കും? ആർ ഓൾസോ ഹെർമീഷ്യൻ ആയിരിക്കും. എന്തുകൊണ്ട്? ഇതെന്തുകൊണ്ട് ഹെർമീഷ്യൻ ആവുന്നു? നമുക്കറിയാം ഡെൽറ്റ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്താണ്? ദിസ് ഈസ് എ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ആണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആവണമെങ്കിൽ ഡെൽറ്റ എയുടെ ഡാഗർ എടുത്താൽ നമുക്ക് ഡെൽറ്റ എ തന്നെ കിട്ടണം. സോ ഡെൽറ്റ എ ഡാഗർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എയുടെ ഡാഗറാണ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് എ ഡാഗർ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ഓർ ഇറ്റ് ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. അതുകൊണ്ട് അതിൻ്റെ ഡാഗർ എടുത്താൽ നമുക്ക് അത് തന്നെ കിട്ടും. നൗ സിൻസ് എ ഈസ് ഹെർമീഷ്യൻ, എ ഡാഗർ ഈസ് ഈക്വൽ ടു എ തന്നെയാണ്. ദാറ്റ് ഈസ് ദിസ് ഇസ് എ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ആൻഡ് ദിസ് ഈസ് സിംപ്ലി ഡെൽറ്റ എ തന്നെയാണ്. അപ്പോൾ ഡെൽറ്റ എ ഡാഗർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ എന്ന് കിട്ടും. അതുകൊണ്ട് എന്താണ്? ഡെൽറ്റ എ ഹെർമീഷ്യൻ ആണ്. ഇതേപോലെ നമ്മൾ ഡെൽറ്റ ബി ഡാഗർ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ബി മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ബിയുടെ ഹോൾ ഡാഗർ ആണ്. ആൻഡ് ദിസ് ഈസ് ബി ഡാഗർ മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ബി ആണ്. സിൻസ് ബി ഈസ് ഹെർമീഷ്യൻ, ദിസ് ഈസ് ബി മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ബി ആണ്. ആൻഡ് ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബി ആണ്. അപ്പോൾ ഡെൽറ്റ എ ഡാഗർ ഈക്വൽ ടു ഡെൽറ്റ എ ആണ്, ഡെൽറ്റ ബി ഡാഗർ ഈക്വൽ ടു ഡെൽറ്റ ബി ആണ്. ദെർഫോർ ദീസ് ഓപ്പറേറ്റേഴ്സ് ഡെൽറ്റ എ ആൻഡ് ഡെൽറ്റ ബി ആർ ഓൾസോ ഹെർമീഷ്യൻ ആണ്. അങ്ങനെ അത് ഹെർമീഷ്യൻ ആണെന്ന് നമുക്ക് പറഞ്ഞു. നൗ നമ്മളിവിടെ ഓൾറെഡി കെറ്റ് വെക്റ്റർ കൈ എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റ എ ആക്ടിങ് ഓൺ സൈ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബ്രാ വെക്റ്റർ കൈ? ബ്രാ വെക്റ്റർ കൈ എന്ന് പറയുന്നത് കിട്ടാൻ നമ്മൾ ഈ മോളിൽ കിട്ടിയ കെറ്റ് വെക്റ്റർ കൈ ഈക്വൽ ടു ഡെൽറ്റ എ സൈ എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എടുത്താൽ മതി. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം? ഓർഡർ റിവേഴ്സ് ചെയ്യണം. കെറ്റ് വെക്റ്ററിനെ ബ്രാ വെക്റ്റർ ആക്കണം. ഓപ്പറേറ്ററിനെ അതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം. എന്ന് വെച്ചാൽ ആദ്യം ഇത് ബ്രാ വെക്റ്റർ സൈ ഡെൽറ്റ എ ഡാഗർ എന്ന് വരും. പക്ഷെ നമുക്കറിയാം ഡെൽറ്റ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണെന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരുന്നു. സോ ദിസ് ഈസ് സിംപ്ലി സൈ ഡെൽറ്റ എ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ബ്രാ വെക്റ്റർ കൈ വിത്ത് കെറ്റ് വെക്റ്റർ കൈ എന്ന് പറയുന്നത്? ദിസ് ഈസ് സൈ ഡെൽറ്റ എ ഇൻറ്റു കെറ്റ് വെക്റ്റർ കൈ എന്ന് പറയുന്നത് നമുക്ക് മേളിലുണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ എ സൈ ആണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് സൈ ഡെൽറ്റ എ സ്ക്വയർ സൈ എന്ന് കിട്ടും. സൈ ഡെൽറ്റ എ സ്ക്വയർ സൈ എന്ന് വെച്ചാൽ എന്താണ് ഈ സൈ ഡെൽറ്റ എ സ്ക്വയർ സൈ എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് ഡെൽറ്റ എ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ്. ഇതേപോലെ നമ്മൾ ഫൈ ഓക്കെ നമുക്ക് ആദ്യമേ കെറ്റ് വെക്റ്റർ ഫൈ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് കെറ്റ് വെക്റ്റർ ഫൈ? കെറ്റ് വെക്റ്റർ ഫൈ എന്ന് പറയുന്നത് ഡെൽറ്റ ബി ആക്ടിങ് ഓൺ സൈ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബ്രാ വെക്റ്റർ ഫൈ എന്ന് പറയുന്നത്? ബ്രാ വെക്റ്റർ ഫൈ എന്ന് പറയുന്നത് ദിസ് ഇസ് സൈ ഡെൽറ്റ ബി ഡാഗർ ആണ്.
ബട്ട് ദിസ് ഇസ് ഈക്വൽ ടു സൈ ഡെൽറ്റ ബി ഡാഗർ ഹെർമീഷ്യൻ ആയതുകൊണ്ട് അത് ഡെൽറ്റ ബി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ദിസ് ഫൈ വിത്ത് ഫൈ എന്ന് പറയുന്നത് ദിസ് ഇസ് സൈ ഡെൽറ്റ ബി ഇൻറ്റു ഡെൽറ്റ ബി സൈ എന്ന് വരും. ഓർ ദിസ് ഇസ് സൈ ഡെൽറ്റ ബി സ്ക്വയർ സൈ എന്ന് വരും. ആൻഡ് ദിസ് ഇസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ ബി സ്ക്വയർ ആണ്. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കൈ വിത്ത് കൈ, സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് കൈയും സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫൈയും എന്താണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് ഫൈ എന്ന് പറയുന്നത്? സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് ഫൈ എന്ന് പറയുന്നത് ദിസ് ഈസ് സൈ ഡെൽറ്റ എ ഇൻറ്റു വാട്ട് ഈസ് സ്കെറ്റ് വെക്ടർ ഫൈ ഇവിടെയുണ്ട്. ദിസ് ഈസ് ഡെൽറ്റ ബി സൈ എന്ന് വരും. ആൻഡ് ദിസ് ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ആണ്. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ 3 ടേംസ് എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് കൈ വിത്ത് കൈ, സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ വിത്ത് ഫൈ ആൻഡ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് കൈ വിത്ത് ഫൈ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഷ്വാർസ് ഇനീക്വാലിറ്റിയുടെ എക്സ്പ്രഷൻ ഉണ്ട്. ഷ്വാർസ് ഇനീക്വാലിറ്റിയുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? അതായത് നമ്മുടെ എക്സ്പ്രഷൻ ദിസ് ഇസ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് കൈ വിത്ത് കൈ ഇൻറ്റു സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ വിത്ത് ഫൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡുലസ് ഓഫ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് ഫൈ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മുടെ ഷ്വാർസ് ഇനീക്വാലിറ്റി. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ആ 3 ടേമുകൾ ഇതിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് കൈ വിത്ത് കൈ? ദിസ് ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ എ സ്ക്വയർ ആണ്. എന്തായിരുന്നു സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ വിത്ത് ഫൈ? ദിസ് ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ ബി സ്ക്വയർ ആണ്. ആൻഡ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരുന്നു സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് കൈ വിത്ത് ഫൈ? സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് കൈ വിത്ത് ഫൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ആയിരുന്നു. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. സോ അതിൻ്റെ മോഡുലസ് സ്ക്വയർ എന്ന് വരും. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 9. ഓക്കെ, നൗ നമുക്കിവിടെ ഈ ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി, ഓക്കെ, ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി എന്ന് പറയുന്നത് നമുക്കിതിനെ 1/2 ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി പ്ലസ് 1/2 ഇൻറ്റു ആൻറ്റി കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? കാരണം കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് ദിസ് ഈസ് ഡെൽറ്റ എ ഡെൽറ്റ ബി മൈനസ് ഡെൽറ്റ ബി ഡെൽറ്റ എ ആണ്. ആൻറ്റി കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് ദിസ് ഈസ് ഡെൽറ്റ എ ഡെൽറ്റ ബി പ്ലസ് ഡെൽറ്റ ബി ഡെൽറ്റ എ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദിസ് കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി പ്ലസ് ആൻറ്റി കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഈ 2 ടേം മൈനസ് പ്ലസ് ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ദിസ് ഈസ് 2 ടൈംസ് ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് വരും. ഓർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി പ്ലസ് 1/2 ഇൻറ്റു ആൻറ്റി കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഈ പറഞ്ഞ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറയുന്നതിനെ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ തന്നെ നമ്മൾ ഈ കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എടുക്കുന്നു. നമുക്കറിയാം കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഡെൽറ്റ എ ഡെൽറ്റ ബി മൈനസ് ഡെൽറ്റ ബി ഡെൽറ്റ എ ആണ്. ഓക്കെ, എന്താണ് ഈ ഡെൽറ്റ എ എന്ന് പറയുന്നത്? ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് എഴുതാം. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് ദിസ് ഈസ് ഡെൽറ്റ എ ഡെൽറ്റ ബി മൈനസ് ഡെൽറ്റ ബി ഡെൽറ്റ എ ആണ്. ഡെൽറ്റ ബി ഡെൽറ്റ എ. ഓക്കെ, ഡെൽറ്റ എ എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് എ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ആണ്. ഡെൽറ്റ ബി എന്ന് പറയുന്നത് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി ആണ്. മൈനസ് അഗെയിൻ ഡെൽറ്റ ബി എന്ന് പറയുന്നത് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി ആണ്. ഡെൽറ്റ എ എന്ന് പറയുന്നത് എ മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ആണ്. ഓക്കെ, നൗ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും? എ ബി മൈനസ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഇൻറ്റു ബി പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി. നൗ നെക്സ്റ്റ് ടൈം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആണ്. സോ ആ മൈനസ് കൂട്ടിയിട്ട് വേണം എക്സ്പാൻഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് മൈനസ് ബി എ നൗ പ്ലസ്
b into expectation value of a, then plus expectation value of b into a, last term minus expectation value of b into expectation value of a എന്ന് വരും. അപ്പോൾ ഇവിടെ മൈനസ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ബി പ്ലസ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ബി ക്യാൻസൽ ആവും, മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഇൻറ്റു ബിയും പ്ലസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഇൻറ്റു ബിയും ക്യാൻസൽ ആവും, പ്ലസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ബിയും മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ബി ഇൻറ്റു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എയും ക്യാൻസൽ ആവും. നൗ ബാക്കി വരുന്നത് ഇവിടെ എ ബി മൈനസ് ബി എ ആയിരിക്കും. എന്താണ് എ ബി മൈനസ് ബി എ? ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റർ എ ബി ആയിരിക്കും. ദെർഫോർ നമുക്കിപ്പോൾ കിട്ടിയത് കമ്മ്യൂട്ടേറ്റർ ഓഫ് ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞ് ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റർ എ ബി ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് എഴുതിയ എക്സ്പ്രഷൻ, അതായത് എന്താണ്, ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് എഴുതിയത്. കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞ് ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റർ എ ബി ആയതുകൊണ്ട് ഞാനിതിനെ 1/2 ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ ബി പ്ലസ് 1/2 ഇൻറ്റു ആൻറ്റി കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് ഞാൻ ആ എക്സ്പ്രഷനെ മാറ്റി എഴുതുന്നു. ഓക്കെ, ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 10. ഇത് നമ്മുടെ ഇക്വേഷൻ 10 ആയിട്ട് എടുക്കുന്നു. നൗ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എക്സ്പ്രഷനെ മോഡുലസ് എടുത്ത് സ്ക്വയർ എടുക്കുന്നു. അതായത് ഇവിടെ ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഉണ്ടല്ലോ, ഡെൽറ്റ എ ഡെൽറ്റ ബിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുത്ത് അതിൻ്റെ മോഡ് സ്ക്വയർ എന്ന് വെച്ചാൽ അടുത്ത ടേം എന്ത് വരും, 1/2 സ്ക്വയർ എടുക്കുമ്പോൾ 1/4. നമുക്കിവിടെ ഉള്ളത് കമ്മ്യൂട്ടേറ്റർ എ ബി ആണുള്ളത്, അതിൻ്റെ ആദ്യം എക്സ്പെക്റ്റേഷൻ വാല്യൂ ദെൻ മോഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് ടേം 1/4. ഇവിടെയുള്ളത് ആൻറ്റി കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എ ഡെൽറ്റ ബി ആണ്. സോ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ മോഡ് സ്ക്വയർ ആണെന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 11. നമ്മുടെ ഇക്വേഷൻ നമ്പർ 11. നൗ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഈ ലാസ്റ്റ്, ഓക്കെ ഇവിടെ ഈക്വൽ അല്ല, ദിസ് ഈസ് പ്ലസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ലാസ്റ്റ് ടേം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതെപ്പോഴും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. പോസിറ്റീവ് റിയൽ നമ്പർ എന്തുകൊണ്ടാണ്, ഇവിടെ മോഡുലസ് സ്ക്വയർ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇതിനെ ഞാനിപ്പോൾ ഒരു എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദിസ് എക്സ് ഈസ് ഈക്വൽ ടു സം വൈ പ്ലസ് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാം എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ വൈ ആയിരിക്കും എന്ന് പറയാം. ഈവൻ ഈ ലാസ്റ്റ് ടേം 0 ആയി പോയാൽ മാത്രം എക്സ് എന്തിനോട് ഈക്വൽ ആവും, വൈയോട് ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് ഓൾവേസ് സിൻസ് ദിസ് ലാസ്റ്റ് ടേം ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ ഓർ മേ ബി 0 ആയാൽ പോലും ഈ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെന്ന് എനിക്ക് പറയാം. അതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് ടേം ആണെന്ന് എനിക്ക് എഴുതാം. അങ്ങനെ എഴുതിയാൽ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ വരും, ദിസ് അവർ എക്സ്പ്രഷൻ വിൽ ബിക്കം ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ മോഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ ബിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ മോഡ് സ്ക്വയർ എന്ന് കിട്ടും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ആൻഡ് ലെറ്റ് ദിസ് ബി നമ്മുടെ ഇക്വേഷൻ നമ്പർ 12. നൗ നമ്മൾ ഇക്വേഷൻ നമ്പർ 9 എടുക്കുന്നു. നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്പർ 9 വരെ നമ്മൾ ചെയ്തതാണ്. ഇക്വേഷൻ 9 എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ദാറ്റ് ഈസ് ഡെൽറ്റ എ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇൻറ്റു ഡെൽറ്റ ബി സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ മോഡ് സ്ക്വയർ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 9 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 12ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇക്വേഷൻ നമ്പർ 9ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും എന്താണ്, ഒന്ന് തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, അതായത് ഈ എക്സ്പ്രഷൻ ഇതിന് പകരം ഇതെനിക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദിസ് ഡെൽറ്റ എ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഡെൽറ്റ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
1/4 into modulus of this expectation value of commutator AB square ആണെന്ന് പറയാം. So by comparing equation 9 and equation 12 we can write expectation value of delta A square into expectation value of delta B square is greater than or equal to 1/4 into mod square of expectation value of commutator AB ആണെന്ന് പറയാം. Now നമ്മൾ ഈ ഇക്വേഷൻ്റെ taking square root of this equation നമ്മൾ ഈ ഇക്വേഷൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? that is square root of delta A square ൻ്റെ expectation value into square root of this delta B square ൻ്റെ expectation value is greater than or equal to 1/4 ൻ്റെ റൂട്ട് 1/2. then next term എന്ത് വരും? ആ സ്ക്വയർ അങ്ങ് പോവും റൂട്ട് എടുക്കുമ്പോൾ. that is modulus of expectation value of commutator AB എന്ന് കിട്ടും. okay, now ഇതെന്താണ്? square root of expectation value of mod A square and square root of expectation value of mod B square എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം അനുസരിച്ച് ഇതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി ഡെൽറ്റ എ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി ഡെൽറ്റ ബി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അൺസർട്ടനിറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അതിന് ഓപ്പറേറ്റർ ഇല്ല. ദാറ്റ് ഈസ് സിംപ്ലി ഡെൽറ്റ എ ആൻഡ് ഡെൽറ്റ ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് this expectation value of commutator A B എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദി ജനറൽ അൺസർട്ടനിറ്റി റിലേഷൻ. അതായത് നമ്മൾ ഏത് രണ്ട് ഓപ്പറേറ്റർ എയും ബിയും എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി റിലേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, നൗ അതായത് നമുക്കിപ്പോൾ പറഞ്ഞത് അൺസർട്ടനിറ്റി ഇൻ ഡെൽറ്റ എ ഇൻറ്റു അൺസർട്ടനിറ്റി ഇൻ ഡെൽറ്റ ബി എന്ന് പറയുന്നത് greater than or equal to 1/2 into modulus of this expectation value of A into commutator AB. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എയും ബിയും എന്ന് പറയുന്ന എന്ത് വേരിയബിൾ വേണമെങ്കിലും ആവാം. സപ്പോസ് നമ്മൾ ഈ ഡെൽറ്റ എ എന്ന് പറയുന്നത് നമ്മൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണെന്ന് എടുക്കും, ഡെൽറ്റ എക്സ് ആണെന്ന് എടുക്കും. അതേപോലെ ഈ ഡെൽറ്റ ബി എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ ഡെൽറ്റ പി എക്സ് ആണെന്ന് എടുക്കും, മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി. അപ്പോൾ നമുക്കറിയാം ഈ മുകളിലത്തെ എക്സ്പ്രഷൻ എങ്ങനെ വരും? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് എന്ന് വരും. ഓക്കെ, നമുക്കറിയാം കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഐ എച്ച് ക്രോസ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് തന്നെയായിരിക്കും? ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ദിസ് ഈസ് ഐ എച്ച് ക്രോസ് തന്നെയായിരിക്കും. അപ്പോൾ ഫൈനലി മോഡുലസ് എടുത്തു കഴിയുമ്പം ഇതിൻ്റെ മോഡുലസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ദിസ് ഈസ് നമ്മളിപ്പോൾ ഒരു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് വരും? ദിസ് വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് എച്ച് ക്രോസ് സ്ക്വയർ എന്ന് വരും. റൂട്ട് ഓഫ് എച്ച് ക്രോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? എച്ച് ക്രോസ് എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് ഫൈനലി ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു എച്ച് ക്രോസ് ഓർ ദാറ്റ് ഈസ് എച്ച് ക്രോസ് ബൈ 2 ആണെന്ന് കിട്ടും. ഇതാണ് നമ്മുടെ പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ജനറൽ അൺസർട്ടനിറ്റി റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എയ്ക്കും ബിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏത് വേരിയബിൾ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് എടുക്കാം. സോ ദിസ് ഇസ് ദ ജനറൽ അൺസർട്ടനിറ്റി റിലേഷൻ ബിറ്റ്വീൻ എനി ടു ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് ബി. സപ്പോസ് നമ്മൾ എക്സും പി വൈയും ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം കമ്മ്യൂട്ടേറ്റർ എക്സ് പി വൈ എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി വൈ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അതായത് നമുക്ക് എക്സും പി വൈയും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മെയിൻ. സോ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത് ജനറൽ അൺസർട്ടനിറ്റി റിലേഷനാണ്. അത് നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ടോപ്പിക്ക് കൂടിയുള്ളത് ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്ററിൻ്റെ ഫങ്ഷൻസ് നമ്മൾ എടുക്കും. അതായത് ലെറ്റ് സം എഫ് ഓഫ് എ ക്യാപ്പ്, അതായത് എ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷനാണ്. മേ ബി
ഇ റൈസ് ടു എ ക്യാപ്പ് എന്നെടുത്തു കഴിഞ്ഞാൽ അത് ആ എ ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇ റൈസ് ടു എ ക്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ലെറ്റ് എഫ് ഓഫ് എ ക്യാപ്പ് ബി എ ഫംഗ്ഷൻ ഓഫ് ആൻ ഓപ്പറേറ്റർ a cap. Now, if a cap is a linear operator, we can expand this f of a in a power series of a. എയുടെ ഒരു പവർ സീരീസ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എ എക്സ്പാൻഡ് ചെയ്യാം ഇഫ് ദിസ് എ ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. അതായത് എ എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എയെ ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് സം ഓവർ n ഈക്വൽ ടു 0 to infinity സം കോഎഫിഷ്യൻറ്റ് an ഇൻറ്റു ദിസ് ഓപ്പറേറ്റർ എ റൈസ് ടു n എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സപ്പോസ് ഇ റൈസ് ടു സം എ സ്മോൾ എ എന്ന് പറയുന്ന ഒരു സ്കെയിലറാണ്, എ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണെന്ന് വിചാരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഇ റൈസ് ടു എ ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്കിതിനെ ദിസ് ഐ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് ഓപ്പറേറ്റർ ആണ്, പ്ലസ് എ ക്യാപ്പ് പ്ലസ് എ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എ ക്യാപ്പ് സ്ക്വയർ പ്ലസ് എ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എ ക്യാപ്പ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് എക്സ്പാൻഡ് ചെയ്യാം. കാരണം നമുക്കറിയാം ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഓപ്പറേറ്ററിനെയും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കണം, നമ്മളെടുക്കുന്ന എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കണം. അങ്ങനെ എ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷനെ നമുക്കൊരു പവർ സീരീസ് എക്സ്പാൻഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ അതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് എ കമ്മ്യൂട്ട്സ് വിത്ത് ബി, രണ്ട് ഓപ്പറേറ്റർ എയും ബിയും എടുക്കുന്നു, എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ബിയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുമെങ്കിൽ ദെൻ ബി commutes with any operator function of A. അതായത് ഇഫ് എ ബിയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, കമ്മ്യൂട്ടേറ്റർ എ ബി ഈക്വൽ ടു 0. ഇഫ് എ ബി ഈക്വൽ ടു 0 എന്ത് സംഭവിക്കും, ദിസ് ഇംപ്ലൈസ് ദിസ് ബി വിൽ ഓൾവേസ് കമ്മ്യൂട്ട്സ് വിത്ത് എനി ഫംഗ്ഷൻ ഓഫ് എ. ബി എഫ് ഓഫ് എ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. നോ അതേപോലെ നമുക്കറിയാം എ വിത്ത് എഫ് ഓഫ് എ എടുക്കുന്നു, ദിസ് ഈസ് ഈക്വൽ ടു സം എ റൈസ് ടു എൻ എഫ് ഓഫ് എ എടുക്കുന്നു, ഓർ സം എഫ് ഓഫ് എ ജി ഓഫ് എ, ഫംഗ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ സെയിം ഓപ്പറേറ്റേഴ്സ്. ഇതൊക്കെ എന്തായിരിക്കും, ദിസ് വിൽ ഓൾവേസ് ബി 0. അതേപോലെ നമ്മളൊരു ഓപ്പറേറ്റർ ഫംഗ്ഷൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദി അഡ്ജോയിൻ്റ് ഓഫ് എഫ് ഓഫ് എ ഈസ് ഗിവൺ ബൈ എങ്ങനെയാണ് ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷൻ്റെ അഡ്ജോയിൻ്റ് എടുക്കുക എന്ന് വെച്ചാൽ ഈ എഫ് ഓഫ് എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ എന്താ നമുക്ക് എടുക്കേണ്ടത്, ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ്, അതായത് ഹോൾ ഡാഗർ എടുത്താൽ ദിസ് വിൽ ബി എഫ് സ്റ്റാർ കോഞ്ചുഗേറ്റ് ഓഫ് എ ഡാഗർ ആയിരിക്കും, എഫ് സ്റ്റാർ ഓഫ് എ ഡാഗർ ആയിരിക്കും. ഓക്കെ, നോ അതായത് ഇഫ് എ ഈസ് ഹെർമീഷ്യൻ, സപ്പോസ് എ ഹെർമീഷ്യൻ ആണെങ്കിൽ, ഇഫ് എ ഈസ് ഹെർമീഷ്യൻ എഫ് ഓഫ് എ ഈസ് നോട്ട് നെസസറിലി ഹെർമീഷ്യൻ. അതായത് എ ഹെർമീഷ്യൻ ആണെന്ന് കരുതി എഫ് ഓഫ് എ ഹെർമീഷ്യൻ ആവണം നിർബന്ധമില്ല. കാരണം എന്താ, എ ഹെർമീഷ്യൻ ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എ ഡാഗർ ഈക്വൽ ടു എ ആണ്. ഓക്കെ, അപ്പോൾ എ ഹെർമീഷ്യൻ ആണെങ്കിൽ എ ഡാഗർ ഈക്വൽ ടു എ ആണ്. പക്ഷേ നമുക്കറിയാം എഫ് ഓഫ് എയുടെ ഹോൾ ഡാഗർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് സ്റ്റാർ ഓഫ് എ ഡാഗർ ആണ്. അതായത് ഈവൻ എ ഹെർമീഷ്യൻ ആയാൽ പോലും ഇവിടെ എ ഡാഗർ എ ആവും, പക്ഷേ ഇതെന്തായിരിക്കും, എഫ് സ്റ്റാർ ഓഫ് എ എന്ന് വരും. എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി എപ്പോഴാണ് എഫ് ഓഫ് എ ഹെർമീഷ്യൻ ആവുക, എഫ് ഓഫ് എ ഹെർമീഷ്യൻ ആവണമെങ്കിൽ എഫ് ഓഫ് എ വിൽ ബി ഹെർമീഷ്യൻ only if f is a real function and a is Hermitian. Okay, a Hermitian ആവുകയും f ഒരു റിയൽ ഫംഗ്ഷൻ ആവുകയും ചെയ്താൽ, ഓക്കെ, f ഒരു റിയൽ ഫംഗ്ഷൻ ആവുകയും ചെയ്താൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എഫ് ഓഫ് എയുടെ ഹോൾ ഡാഗർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് സ്റ്റാർ ഓഫ് എ ഡാഗർ എന്ന് കിട്ടുമെന്ന് പറഞ്ഞു. എ ഹെർമീഷ്യൻ ആയാൽ, ഇഫ് എ ഈസ് ഹെർമീഷ്യൻ,
ഇഫ് എ ഈസ് ഹെർമീഷ്യൻ നമുക്കറിയാം എ ഡയഗർ എന്താവും എ ആവും. അതേപോലെ ഇഫ് എഫ് ഈസ് എ റിയൽ ഫംഗ്ഷൻ, എഫ് ഒരു റിയൽ ഫംഗ്ഷൻ ആയാൽ എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ്? എഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? എഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞ എഫ് ഓഫ് എയുടെ ഹോൾ ഡയഗർ എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെന്ന് പറയാം. അതായത് ഈ രണ്ട് കണ്ടീഷൻ ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. എ ഹെർമീഷ്യൻ ആവുകയും എഫ് എന്ന് പറയുന്നത് ഒരു റിയൽ ഫംഗ്ഷൻ ആവുകയും ചെയ്താൽ മാത്രമേ എന്ത് ഹെർമീഷ്യൻ ആവത്തുള്ളൂ? ദിസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ആവത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഇ റൈസ് ടു എ ഇതൊരു ഫംഗ്ഷൻ ഓഫ് ആൻ ഓപ്പറേറ്ററാണ്. ഇ റൈസ് ടു എയുടെ ഹോൾ ഡയഗർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഈസ് ദിസ് ഇ റൈസ് ടു എ ഹോൾ ഡയഗർ? ഇ റൈസ് ടു എ ഹോൾ ഡയഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഇ റൈസ് ടു എ ഡയഗറാണ്. ഓക്കെ, ഇ റൈസ് ടു എ ഹോൾ ഡയഗർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എ ഡയഗറാണ്. സപ്പോസ് നമ്മളോട് ഇ റൈസ് ടു സം ഐ എയുടെ ഹോൾ ഡയഗറാണ് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ദിസ് വിൽ ബി ഇ റൈസ് ടു ഐയുടെ വരുമ്പോൾ മൈനസ് ഐ വരും, ദെൻ എ ഡയഗർ വരും. സപ്പോസ് നമ്മളോട് ഒരു ഇ റൈസ് ടു ഐ ആൽഫ എയുടെ ഹോൾ ഡയഗറാണ് കാണേണ്ടതെങ്കിൽ ദിസ് വിൽ ബി ഇ റൈസ് ടു മൈനസ് ഐ. ആൽഫ എന്ന് പറയുന്നൊരു സ്കെയിലറാണ്, അപ്പോൾ ആൽഫ സ്റ്റാർ ദെൻ എ ഡയഗർ എന്ന് വരും. ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ സ്റ്റാർ എ ഡയഗർ. വേർ ദിസ് ആൽഫ ഈസ് എ കോംപ്ലക്സ് നമ്പർ. ആൽഫ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ദിസ് ഇ റൈസ് ടു ഐ ആൽഫ എ ഹോൾ ഡയഗർ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ സ്റ്റാർ എ ഡയഗർ ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞു ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷനെ നമുക്കൊരു പവർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു. അതായത് ഇഫ് എ ഈസ് ഹെർമീഷ്യൻ, ഇഫ് എ ഈസ് ഹെർമീഷ്യൻ an operator function, if A is Hermitian, an operator function, അതായത് എഫ് ഓഫ് എ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞ്? സം ഓവർ എൻ ഈക്വൽ ടു 0 to infinity സം എ എൻ ഇൻറ്റു ദിസ് എ റൈസ് ടു എൻ എന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഈ എ ഹെർമീഷ്യൻ ആയാൽ എഫ് ഓഫ് എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഫംഗ്ഷന് ഹെർമീഷ്യൻ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈസ് ഹെർമീഷ്യൻ ഓൺലി ഇഫ് എന്ത് സംഭവിക്കണം? നമ്മളിവിടെ പറഞ്ഞ എ എൻ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള എ എൻ ഒക്കെ റിയൽ ആയാൽ മാത്രമേ, റിയൽ നമ്പേഴ്സ് ആയാൽ മാത്രമേ എഫ് ഓഫ് എ എന്താവത്തുള്ളൂ? ഹെർമീഷ്യൻ ആവത്തുള്ളൂ. ഓക്കെ, അതായത് ഇൻ ജനറൽ ദിസ് എഫ് ഓഫ് എ ഈസ് നോട്ട് ഹെർമീഷ്യൻ ഈവൻ ഇഫ് എ ഈസ് ഹെർമീഷ്യൻ. എ ഹെർമീഷ്യൻ ആയതുകൊണ്ട് മാത്രം എഫ് ഓഫ് എ ഹെർമീഷ്യൻ ആവണമെന്ന് നിർബന്ധമില്ല. അതേപോലെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് കമ്മ്യൂട്ടേറ്റർ എ ബി, നമ്മൾ രണ്ട് ഓപ്പറേറ്ററിൻ്റെ കമ്മ്യൂട്ടേറ്റർ എടുക്കുന്നു, ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം ഈ ബി എന്ന് പറയുന്നത് എഫ് ഓഫ് എയുമായിട്ടും എന്ത് ചെയ്യില്ല? കമ്മ്യൂട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ജനറൽ അൺസർട്ടൻറ്റി റിലേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളതും, രണ്ട് ഫങ്ഷൻ ഓഫ് ആൻ ഓപ്പറേറ്റേഴ്സ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.